ഹലോ ഓൾ, PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടൊരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. പുതിയ പാർലമെൻറ്റിലെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് 2023 സെപ്റ്റംബർ 19. 2023 സെപ്റ്റംബർ 19 പുതിയ പാർലമെൻറ്റിലെ ആദ്യ സമ്മേളനം നടന്നത്. പുതിയ പാർലമെൻറ്റിലെ ആദ്യ സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19. അപ്പോൾ 2023 സെപ്റ്റംബർ 19 പുതിയ പാർലമെൻറ്റിലെ ആദ്യത്തെ സമ്മേളനം നടന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2023 അന്തരിച്ച സംവിധായകൻ KG ജോർജിന് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ സി ആണ് 2015. 2015 സംവിധായകൻ KG ജോർജിന് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2023 അന്തരിച്ച സംവിധായകൻ KG ജോർജിന് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് 2015. അപ്പോൾ സംവിധായകൻ KG ജോർജിന് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച വർഷം 2015. അടുത്ത ചോദ്യം നോക്കാം. ഓറോൺ എയർക്രാഫ്റ്റ് നിർമ്മിച്ച രാജ്യം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇസ്രായേൽ. ഇസ്രായേലാണ് ഓറോൺ എയർക്രാഫ്റ്റ് നിർമ്മിച്ചത്. ഓറോൺ എയർക്രാഫ്റ്റ് നിർമ്മിച്ച രാജ്യം ഉത്തരം ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേലാണ് ഓറോൺ എയർക്രാഫ്റ്റ് നിർമ്മിച്ചത്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് സാഞ്ചി. സാഞ്ചിയാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി. ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി സാഞ്ചിയാണ്. അപ്പോൾ സാഞ്ചിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് റോക്കട്രി ദ നമ്പി എഫക്റ്റ്. റോക്കട്രി ദ നമ്പി എഫക്റ്റ് എന്ന ചിത്രത്തിനാണ് 69ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമാ പുരസ്കാരം ലഭിച്ചത്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോക്കട്രി ദ നമ്പി എഫക്റ്റ് എന്ന ചിത്രമാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ഇൻ്റർനാഷണൽ ചെസ് മാസ്റ്ററായത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് നിമ്മി എ ജോർജ്. നിമ്മി എ ജോർജാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ഇൻ്റർനാഷണൽ ചെസ് മാസ്റ്ററായത്. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ഇൻ്റർനാഷണൽ ചെസ് മാസ്റ്ററായത് നിമ്മി എ ജോർജാണ്. അപ്പോൾ നിമ്മി എ ജോർജാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ഇൻ്റർനാഷണൽ ചെസ് മാസ്റ്റർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട രാജ്യാന്തര സംഘടന ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് യുനെസ്കോ. യുനെസ്കോയാണ് സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട രാജ്യാന്തര സംഘടന. സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട രാജ്യാന്തര സംഘടന യുനെസ്കോയാണ്. അപ്പോൾ യുനെസ്കോയാണ് സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട രാജ്യാന്തര സംഘടന. അടുത്ത ചോദ്യം. 2023 അന്തരീക്ഷ പാളിയായ അയണോസ്ഫിയറിൽ വിള്ളൽ രൂപപ്പെടാൻ കാരണമായ റോക്കറ്റ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഫാൽക്കൺ 9. 2023 അന്തരീക്ഷ പാളിയായ അയണോസ്ഫിയറിൽ വിള്ളൽ രൂപപ്പെടാൻ കാരണമായ റോക്കറ്റ് ഫാൽക്കൺ 9 ആണ്. അപ്പോൾ ഫാൽക്കൺ 9 എന്ന റോക്കറ്റാണ് 2023 അന്തരീക്ഷ പാളിയായ അയണോസ്ഫിയറിൽ വിള്ളൽ രൂപപ്പെടാൻ കാരണമായത്. അടുത്ത ചോദ്യം. പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇന്ത്യയിൽ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ ISRO വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് GSAT-N2 എന്ന GSAT-20. US-ൽ ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ എയർ ലോഞ്ചിൽ നിന്ന് ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപിക്കുന്നത്. കപ്പലിലും പറക്കുന്ന വിമാനത്തിലും ഇൻ്റർനെറ്റ് സേവനം ലഭിക്കും. അപ്പോൾ കപ്പലിലും പറക്കുന്ന വിമാനത്തിലും ഇതിലൂടെ ഇൻ്റർനെറ്റ് സേവനം ലഭിക്കും. ടെലികോം ഉപഭോക്താക്കൾക്ക് വേണ്ടി ISROയുടെ വാണിജ്യ സ്ഥാപനമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് GSAT-N2 നിർമ്മിച്ച് വിക്ഷേപിക്കുന്നത്. അപ്പോൾ ടെലികോം ഉപഭോക്താക്കൾക്ക് വേണ്ടി ISROയുടെ വാണിജ്യ സ്ഥാപനമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് GSAT-N2 നിർമ്മിച്ച് വിക്ഷേപിക്കുന്നത്.
GZN2-ന് 4700 കിലോഗ്രാം ഭാരമുണ്ട്. അപ്പോൾ GZN2-ൻ്റെ ഭാരം 4700 കിലോഗ്രാമാണ്. പോയിൻറ്റ്സ് ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിൽ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ ISRO വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് GZN2 എന്ന GSAT-20. US-ൽ ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ എയർ ലോഞ്ചിൽ നിന്ന് ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപിക്കുന്നത്. കപ്പലിലും പറക്കുന്ന വിമാനത്തിലും ഇൻ്റർനെറ്റ് സേവനം ലഭിക്കും. ടെലികോം ഉപഭോക്താക്കൾക്ക് വേണ്ടി ISROയുടെ വാണിജ്യ സ്ഥാപനമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡാണ് GSAT-N2 നിർമ്മിച്ച് വിക്ഷേപിക്കുന്നത്. GSAT-N2-ന് 4700 കിലോഗ്രാം ഭാരമുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. G7 കൂട്ടായ്മയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ബി ആണ് തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. വ്യവസായ ശക്തികളായ ലോകത്തെ 7 രാജ്യങ്ങൾ സാമ്പത്തിക, ഊർജ്ജ, സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ആരംഭിച്ച കൂട്ടായ്മയാണ് G7. അപ്പോൾ വ്യവസായ ശക്തികളായ ലോകത്തെ 7 രാജ്യങ്ങൾ സാമ്പത്തിക, ഊർജ്ജ, സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ആരംഭിച്ച കൂട്ടായ്മയാണ് G7. 50ാമത് G7 ഉച്ചകോടി ജൂണിൽ ഇറ്റലിയിൽ നടന്നു. അപ്പോൾ 50ാമത് G7 ഉച്ചകോടി ജൂണിൽ ഇറ്റലിയിൽ നടന്നു. G7 ആസ്ഥാനം ഇല്ല. പോയിൻറ്റ്സ് ഒന്നുകൂടി നോക്കാം. വ്യവസായ ശക്തികളായ ലോകത്തിലെ 7 രാജ്യങ്ങൾ സാമ്പത്തിക, ഊർജ്ജ, സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ആരംഭിച്ച കൂട്ടായ്മയാണ് G7. 50ാമത് G7 ഉച്ചകോടി ജൂണിൽ ഇറ്റലിയിൽ നടന്നു. G7 ആസ്ഥാനം ഇല്ല. അടുത്ത ചോദ്യം നോക്കാം. 500 രാജ്യാന്തര മത്സരം തികച്ച 4ാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം? ഉത്തരം ഓപ്ഷൻ സി ആണ്, വിരാട് കോഹ്ലി. 500 രാജ്യാന്തര മത്സരം തികച്ച 4ാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലിയാണ് 500 രാജ്യാന്തര മത്സരം തികച്ച 4ാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. അപ്പോൾ 500 രാജ്യാന്തര മത്സരം തികച്ച 4ാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ശ്യാം ശരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറാണ് ശ്യാം ശരൺ നേഗി. അപ്പോൾ ശ്യാം ശരൺ നേഗിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ. അടുത്ത ചോദ്യം നോക്കാം. കഴിഞ്ഞ വർഷം പ്രേക്ഷക ശ്രദ്ധ നേടിയ ജീവചരിത്ര സിനിമയായ ഓപ്പൺഹൈമർ ഏതു രംഗത്തെ ശാസ്ത്രജ്ഞനായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഭൗതിക ശാസ്ത്രജ്ഞൻ. കഴിഞ്ഞ വർഷം പ്രേക്ഷക ശ്രദ്ധ നേടിയ ജീവചരിത്ര സിനിമയായ ഓപ്പൺഹൈമർ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു. അപ്പോൾ ഓപ്പൺഹൈമർ എന്നത് ഒരു ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 75ാം വാർഷികം പ്രമാണിച്ച് 75 അതിർത്തി ഗ്രാമങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ത്രിപുര. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 75ാം വാർഷികം പ്രമാണിച്ച് 75 അതിർത്തി ഗ്രാമങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ത്രിപുരയാണ്. അപ്പോൾ ത്രിപുരയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 75ാം വാർഷികം പ്രമാണിച്ച് 75 അതിർത്തി ഗ്രാമങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം. അടുത്ത ചോദ്യം. തെലങ്കാന സംസ്ഥാന രൂപവത്കരണത്തിനായി ജീവൻ ബലിയർപ്പിച്ചവർക്കായി അനാവരണം ചെയ്ത സ്മാരകം? ഉത്തരം ഓപ്ഷൻ എ ആണ്, അമരജ്യോതി. തെലങ്കാന സംസ്ഥാന രൂപവത്കരണത്തിനായി ജീവൻ ബലിയർപ്പിച്ചവർക്കായി അനാവരണം ചെയ്ത സ്മാരകമാണ് അമരജ്യോതി. അപ്പോൾ അമരജ്യോതി എന്നത് തെലങ്കാന സംസ്ഥാന രൂപവത്കരണത്തിനായി ജീവൻ ബലിയർപ്പിച്ചവർക്കായി അനാവരണം ചെയ്ത സ്മാരകമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കാൻ മലയാളം മിഷൻ നടപ്പാക്കുന്ന പദ്ധതി? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അനന്യ മലയാളം അതിഥി മലയാളം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കാൻ മലയാളം മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം അതിഥി മലയാളം. അപ്പോൾ അനന്യ മലയാളം അതിഥി മലയാളം എന്ന പദ്ധതിയാണ് അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കാൻ മലയാളം മിഷൻ നടപ്പാക്കുന്ന പദ്ധതി. അടുത്ത ചോദ്യം. പുതിയ പാർലമെൻറ്റിലെ പ്രധാന കവാടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വിമൽ ദ്വാർ. അപ്പോൾ പുതിയ പാർലമെൻറ്റിലെ പ്രധാന കവാടങ്ങളിൽ ഉൾപ്പെടുന്നതാണ്
ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ എന്നിവ. പുതിയ പാർലമെൻറ്റിലെ പ്രധാന കവാടങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ എന്നിവ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. PSLV 55 ദൗത്യത്തിൻ്റെ ഭാഗമായി വിക്ഷേപിച്ച ടെലിയോസ് 2, ല്യൂംലൈറ്റ് 4 എന്നീ ഉപഗ്രഹങ്ങൾ ഏതു രാജ്യത്തിൻ്റേതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് സിംഗപ്പൂർ. PSLV 55 ദൗത്യത്തിൻ്റെ ഭാഗമായി വിക്ഷേപിച്ച ടെലിയോസ് 2, ല്യൂംലൈറ്റ് 4 എന്നീ ഉപഗ്രഹങ്ങൾ സിംഗപ്പൂരിൻ്റേതാണ്. അപ്പോൾ സിംഗപ്പൂരിൻ്റെ ഉപഗ്രഹങ്ങളാണ് ടെലിയോസ് 2ഉം ല്യൂംലൈറ്റ് 4ഉം. PSLV 55 ദൗത്യത്തിൻ്റെ ഭാഗമായി വിക്ഷേപിച്ച ടെലിയോസ് 2, ല്യൂംലൈറ്റ് 4 എന്നിവ സിംഗപ്പൂരിൻ്റെ ഉപഗ്രഹങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് സൃഷ്ടിച്ച വാർത്താ അവതാരകൻ? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവാൻ. അപ്പോൾ മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് സൃഷ്ടിച്ച വാർത്താ അവതാരകൻ്റെ പേര് ഇവാൻ എന്നാണ്. അപ്പോൾ ഇവാനാണ് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് സൃഷ്ടിച്ച വാർത്താ അവതാരകൻ. അടുത്ത ചോദ്യം. കേരള പുരസ്കാരങ്ങൾക്ക് നൽകുന്ന പതക്കങ്ങൾ, മൊമെൻറ്റോ എന്നിവ രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗോഡ്ഫ്രേ ദാസ്. കേരള പുരസ്കാരങ്ങൾക്ക് നൽകുന്ന പതക്കങ്ങൾ, മെമൻറ്റോ എന്നിവ രൂപകൽപ്പന ചെയ്തത് ഗോഡ്ഫ്രേ ദാസ് ആണ്. അപ്പോൾ ഗോഡ്ഫ്രേ ദാസ് ആണ് കേരള പുരസ്കാരങ്ങൾക്ക് നൽകുന്ന പതക്കങ്ങൾ, മെമൻറ്റോ എന്നിവ രൂപകൽപ്പന ചെയ്തത്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.